ഹായ്, നാച്ചുറൽ ഡിലൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഷ്റൂമിൻ്റെ ബെഡ് നിർമ്മിക്കുമ്പോൾ വൈക്കോൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ കുറേ കസ്റ്റമർ എങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളതിൻ്റെ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കട്ടിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു മെഷീനിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ രീതികളും ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വൈക്കോൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പഴയ ഷെഡാണ്. ഒരു 5 കൊല്ലം മുന്നേ ഞാൻ ഇതിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറ്റിയോണ്ട് ഇതിലിപ്പോൾ വൈക്കോൽ കൊണ്ട് സ്റ്റോക്ക് ചെയ്യലും കട്ടിങ്ങും ഒക്കെ ഇവിടെയാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യൽ. ഇതാണ് നമ്മളെ കട്ടിങ് മെഷീന്. ഇതാകെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഒരു മോട്ടറാണ്, കറണ്ടിൻ്റെ മോട്ടറാണ്. പിന്നെ ബെൽറ്റായിട്ട് ഇങ്ങനെ ഇവിടെ 3 ബ്ലേഡല്ലേ ബ്ലേഡ്. ഇത് 3 ബ്ലേഡ് ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് സ്പീഡിലായിട്ട് സാധനം കിട്ടും. പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ നീളം കുറക്കണമെങ്കിലും കൂട്ടണമെങ്കിലും ഇതിലാണ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് ടൈറ്റാക്കി കഴിഞ്ഞാൽ ബ്ലേഡ് ഇങ്ങനെ അടുത്തിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗിയർ ബോക്സ് ആണ്. റിവേഴ്സ് വേണമെങ്കിൽ കറങ്ങും. ഇതിപ്പോൾ നമ്മൾ കുറേ ടൈറ്റിൽ ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുടുങ്ങി കഴിഞ്ഞാൽ ഇത് നേരെ റിവേഴ്സും ആക്കാം, നേരെ ഇതും ആക്കാം. അത് റിവേഴ്സാണ്. പിന്നെ നേരെ ഫ്രണ്ടിലേക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടും ആക്കാം. ഇതാണ് ഇപ്പോൾ നമ്മളെ വൈക്കോലിൻ്റെ റോള്. ഇപ്പോൾ എല്ലാ വൈക്കോലും ഇങ്ങനെ റോളായിട്ടാണ് വരിക. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കറ്റ മോഡൽ വരുമായിരുന്നു. ഇപ്പോൾ ഫുള്ള് മെഷീൻ റോളായിട്ട് ട്രാക്ടർ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് വരിക. അപ്പോൾ ഇതിങ്ങനെ അവരൊരു ഇത് വെച്ച് കെട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ റോളാകാൻ വേണ്ടി നല്ല ടൈറ്റിലായിരിക്കും കേട്ടോ. ഒരു 30 കിലോ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്യണം. ആ കയറ് ഒന്ന് മെല്ലെ കട്ട് ചെയ്തിടുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വലിക്കാൻ പറ്റും. ഇത് അതിൻ്റെ ഇടയിൽ കൂടെ അല്ല കയറാ. മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതങ്ങനെ കട്ട് ചെയ്യലെന്ന് കാണിച്ചു തരാം. മെഷീൻ നമ്മൾ നേരെ ഓണാക്കി കഴിഞ്ഞാൽ അപ്പോൾ ബാക്കി എങ്ങനെ കട്ട് ചെയ്യാൻ നമ്മളെ സ്റ്റാഫ് കാണിച്ചു തരും. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ വൈക്കോല് ഇങ്ങനെ ചാക്കിലാക്കി വെക്കുക കേട്ടോ ചെയ്യുക. ചാക്കിലാക്കി വെക്കുക ചെയ്യുക. എന്നാലേ വെള്ളത്തിലിട്ട് നമ്മൾ വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. ചാക്കിലിട്ടില്ലെങ്കിൽ ഈ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് വെള്ളത്തിലിടുമ്പോൾ ഫുള്ള് ചെതറിപ്പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൈക്കോൽ എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളതൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.